ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വെറും 4 മത്സരങ്ങൾ കൊണ്ട് മാൻ ഓഫ് ദി സീരീസ് പട്ടികയിലേക്ക് പരിഗണിക്കപ്പെട്ട സഞ്ജു സാംസനെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല നമ്മൾക്ക്. ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിലേക്കും വേൾഡ് കപ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു സാംസൺ ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിൽ മോശം പ്രകടനത്തെ തുടർന്ന് വേൾഡ് കപ്പിലുള്ള 11 സ്ഥാനം നഷ്ടമാകുന്നു. പിന്നീട് അഭിഷേക് ശർമ്മ ആരോഗ്യ പ്രശ്നം മൂലം വിട്ടുനിന്നപ്പോൾ ലഭിച്ച ഒരവസരമാണ് നമീബിയക്കെതിരെ. അന്ന് 22 റൺസ് എടുത്ത് പുറത്തായി. 3 സിക്സുകളും ഒരു 4ഉം നേടിയിരുന്നു. പക്ഷേ വീണ്ടും പുറത്തിരിക്കേണ്ടി വരുന്നു. പിന്നീട് സൂപ്പർ 8-ൽ സിംബാബ്വെക്കും വെസ്റ്റ് ഇൻഡീസിനുമെതിരെയുള്ള മത്സരങ്ങളിൽ സഞ്ജു സാംസനെ പരിഗണിക്കപ്പെടുന്നു. ടീം തോറ്റാൽ സെമി പോലും കാണാതെ പുറത്താകേണ്ടി വരുമെന്നൊരു ഘട്ടത്തിലാണ് ആ ഒരു അവസരം ലഭിക്കുന്നത്. ഇവിടെയാണ് സഞ്ജു സാംസന്റെ വാക്കുകൾ ഓർത്തുപോകുന്നത്. നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയെക്കുറിച്ച് സഞ്ജു സാംസണോട് ചോദിച്ചപ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞത്, നിങ്ങൾ ക്യാപ്റ്റനോടോ കോച്ചിനോടോ തല്ലുപിടിച്ചിട്ട് കാര്യമില്ലെന്നും എന്നെ ആവശ്യമാണെന്ന് ടീമിന് തോന്നണം. അങ്ങനൊരു സാഹചര്യം വന്നാൽ മാത്രമാണ് എനിക്ക് അവസരം ലഭിക്കുക. അതിനായി കാത്തിരിക്കുന്നു എന്നാണ്. അതെ, അങ്ങനൊരു അവസരം തന്നെയായിരുന്നു സിംബാബ്വെക്കെതിരെ ലഭിച്ചത്. ടീം തോറ്റാൽ പുറത്ത്, ജയം മാത്രമാണ് മുന്നിലുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു സാംസൺ പിന്നീട് നടത്തിയത് ചരിത്രമാണ്. സിംബാബ്വെക്കെതിരെ 24 എടുക്കുന്നു, നല്ലൊരു തുടക്കം നൽകുന്നു. ടീം ഇന്ത്യ ടോട്ടൽ 256 എന്ന ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും മികച്ചൊരു ടോട്ടൽ പടുത്തുയർത്തുന്നു. പിന്നീട് വെസ്റ്റ് ഇൻഡീസിനെതിരെ വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 195 എടുക്കുന്നു. അതിനെ മറികടക്കാനെത്തിയ ഇന്ത്യ ഓരോരുത്തരായി വീണു തുടങ്ങിയപ്പോൾ ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ 97 റൺസ് വ്യക്തിഗത സ്കോർ നേടിക്കൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്നു സഞ്ജു സാംസൺ. പിന്നീട് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 42 പന്തുകളിൽ 89 റൺസ് എടുത്തുകൊണ്ട് അവിടെയും രക്ഷകനാകുന്നു സഞ്ജു സാംസൺ. വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും തുടരെ 2 കളികളിൽ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസനെ എല്ലാ മത്സരങ്ങളും കളിച്ച പല ഇന്ത്യൻ താരങ്ങളെയും പരിഗണിക്കാതെ പോയിട്ടും സഞ്ജു സാംസനെ മാൻ ഓഫ് ദി സീരീസ് പട്ടികയിലേക്ക് പരിഗണിച്ചത്. പക്ഷേ ഇവിടെ ഒരു സങ്കടമുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ബുംറയെ പരിഗണിച്ചിട്ടില്ല. പല മത്സരങ്ങളും കൈവിട്ടു പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ രക്ഷകനായി വന്ന് ബൗൾ ചെയ്ത് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചൊരു ബൗളറാണ്. എങ്കിൽ പോലും ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരാളെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു, അതും നമ്മുടെ മലയാളിയായ സഞ്ജു സാംസനെ എന്നതിലുള്ള സന്തോഷവും പങ്കുവെക്കുന്നു. ഇത്തവണ 8 പേരെയാണ് മാൻ ഓഫ് ദി സീരീസ് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഷാഡ്ലി വാൻവിക്, ന്യൂസിലൻഡിന്റെ രച്ചിൻ രവീന്ദ്ര, ടിം സെയ്ഫർട്ട് 2 താരങ്ങളാണ് ന്യൂസിലൻഡിൽ നിന്ന് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ലുങ്കി എങ്കിഡി, സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഐഡൻ മർക്രം. സൗത്ത് ആഫ്രിക്കയുടെയും 2 താരങ്ങളെ ഈ ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. സാഹിബ്സാദ ഫർഹാൻ, പാകിസ്ഥാനിൽ നിന്നുള്ള ഓപ്പണർ, 2 സെഞ്ചുറികളും ഈ വേൾഡ് കപ്പിൽ നേടിയിരുന്നു. പരിഗണിക്കപ്പെട്ട മറ്റൊരു താരം ഇംഗ്ലണ്ടിന്റെ ബിൽ ജാക്സ് ആണ്. ഈ വേൾഡ് കപ്പിൽ 4 തവണ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡിന് അർഹനായിരുന്നു. നല്ലൊരു ഓൾറൗണ്ട് പ്രകടനമാണ് ബിൽ ജാക്സ് കാഴ്ചവെച്ചത് ഈ വേൾഡ് കപ്പിൽ. മറ്റൊന്ന് സഞ്ജു സാംസൺ. സഞ്ജു സാംസന്റെ മികച്ച നേട്ടങ്ങൾ തുടരുമ്പോൾ മലയാളി ആരാധകരെ കയ്യിലെടുക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് ഇംഗ്ലണ്ടിനെതിരെ 42 പന്തുകളിൽ 89 റൺസ് എടുത്തപ്പോൾ യോദ്ധാവ് എന്ന് മലയാളം ക്യാപ്ഷനിൽ പോസ്റ്റ് ഇട്ടത് വളരെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഫൈനൽ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ നല്ലൊരു പ്രകടനം ടീം ഇന്ത്യക്കും സഞ്ജു സാംസണും നടത്താൻ കഴിയട്ടെ, ചാമ്പ്യന്മാരാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.